ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഓണത്തിനൊക്കെ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഉള്ള ഒരു ഐറ്റമാണ് ഇത്. പുളിയിഞ്ചിക്ക് പകരം ചില സ്ഥലങ്ങളിൽ മുളകാപ്പച്ചടി എന്നൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് കേർഡ് റൈസിന്റെ കൂടെയും സദ്യക്കും ഒക്കെ ഉപയോഗിക്കും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മുളകാപ്പച്ചടി ഉണ്ടാക്കുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മുളകാപ്പച്ചടി. ഇതിന് പുളിയിഞ്ചിയുടെ സെയിം ടേസ്റ്റ് അല്ല കേട്ടോ. അതിൽ ടേസ്റ്റിലും ഒക്കെ ടെക്സ്ചറിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ വേഗം തന്നെ കുതിർന്ന് കിട്ടും. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് കേട്ടോ. അതിലേക്ക് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പുളിയാണ് ഒഴിച്ചത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറുകണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കണം കേട്ടോ. നന്നായി തിളച്ച് ഇത് ഹാഫോ നല്ലവണ്ണം കുറുകുന്നവരെ ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. ആ ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ട കുറച്ച് ചേരുവകൾ ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് പൊടികൾ വേണം. അതിനായിട്ട് ആദ്യം എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളാണ് എടുക്കുന്നത്. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. പെട്ടെന്ന് തന്നെ ചൂടാവും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് നമുക്ക് പാത്രം മാറ്റാം. കണ്ടോ, പൊട്ടി തുടങ്ങിയിരുന്നു. മാറ്റാം ഇത്. ഇനി അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ പൊടിച്ചെടുക്കണം വറുത്തതിന് ശേഷം. പക്ഷെ ഈ ഫുൾ പൊടിയും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലാണെങ്കിലും പൊടിച്ച് കിട്ടേണ്ടത് കൊണ്ടാണ് ഈ 3 ടേബിൾ സ്പൂണൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കളറൊക്കെ മാറി ഒന്ന് ചുവന്ന മണമൊക്കെ വന്നപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഒന്ന് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയത്. കുറച്ചൊന്നായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 അച്ച് ശർക്കര ഉണ്ടാവും കേട്ടോ. ഇതിന് പുളിക്കനുസരിച്ചാണ് ശർക്കരയുടെ ക്വാണ്ടിറ്റി നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഞാനത് പാവ് കാച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അരിക്കാനുള്ള സൗകര്യത്തിന് ഡയറക്റ്റായിട്ട് ശർക്കര ചേർത്തിയിട്ടില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ അംശം വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായി കുറുകണം. പക്ഷെ പുളിയിഞ്ചിയുടെ അത്ര കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ വറുത്ത ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉലുവപ്പൊടിയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇല്ലാത്തവർ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇടുന്നത് 1 ടേബിൾ സ്പൂണോളം കടുകിൻ്റെ പൊടിയും കൂടി. കടുക് വറുത്തിട്ടല്ല, കടുക് പച്ചയ്ക്ക് പൊടിച്ചതാണ് അത്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നല്ല ലോ ഫ്ലെയിമിലാട്ടോ ഇത് വെക്കേണ്ടതില്ല, എങ്കിൽ കട്ട പിടിക്കും. ഇനി അടുത്ത പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിച്ച് വെച്ചിട്ടുള്ള എള്ളുപൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ്. ഇതിൽ കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ ഉഴുന്നിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിനെ പൊടിച്ചതാണ്. അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കൺസിസ്റ്റൻസി പോരാ എന്നിപ്പം ഇങ്ങനെ എൻ്റെ ചട്ടി ആയതുകൊണ്ട് കൺസിസ്റ്റൻസി പോരാ എന്നിപ്പം തോന്നും. പക്ഷെ ഇരുന്ന് ഇത് എഗെയിൻ കുറുകട്ടോ. ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി താഴ്ത്തിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടണം. വറുത്തിടാനായിട്ട് ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5ഓ 6ഓ ഇട്ട് കൊടുക്കാം. നല്ലോണം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നീളത്തെ കീറിയിട്ടാണ് കേട്ടോ പച്ചമുളക് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിന്ന് സ്ലൈസ് ചെയ്താണ് ഇട്ടത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ചെയ്ത് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പം ഇത് നന്നായി ഫ്രൈ ആവണം കേട്ടോ. നല്ലവണ്ണം പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് അത് ഒറിജിനൽ മുളകാപ്പച്ചടി ആയത്. ഓരോ വിളമ്പുന്ന സ്പൂണിലും 1 മുളക് ഉണ്ടാവണം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അത്രയും മുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. ഒരിക്കലും ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ. കണ്ടോ, ഇരുന്ന് കുറുകിയിട്ടുണ്ട് ഇത്. അപ്പം നമ്മുടെ മുളകാപ്പച്ചടി റെഡി. കുറേ ദിവസത്തേക്ക് ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. 1 മാസമൊക്കെ ലാവിഷ് ആയിരിക്കും. നമ്മൾ ബോക്സിലാക്കി അടച്ചു വെച്ചാൽ മതി. അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.